ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതായത് വെബ് ഹോസ്റ്റിംഗ് 7ാമത്തെ ചാപ്റ്ററായ വെബ് ഹോസ്റ്റിങ്ങിനകത്ത് ഡൊമൈൻ നെയിം രജിസ്ട്രേഷനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ. നെയിം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മളൊരു സൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സൈറ്റ് നമ്മൾ എന്ത് വെച്ച് സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ അതിനൊരു പേര്. ഡൊമൈൻ നെയിം ആർ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ എ വെബ്സൈറ്റ് ഓൺ ദി ഇൻ്റർനെറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ്റർനെറ്റിനകത്ത് വെബ്സൈറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ www.facebook.com എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡൊമൈൻ നെയിമാണ്. അപ്പോൾ ഓരോ ഹോസ്റ്റിംഗ് കമ്പനീസ് എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന സർവീസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്കൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ഡൊമൈൻ നെയിം ആർ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ എ വെബ്സൈറ്റ് ഓൺ ദി ഇൻ്റർനെറ്റ്. എന്താണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്? എന്തിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ്? യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ എ വെബ്സൈറ്റ് ഓൺ ദി ഇൻ്റർനെറ്റ്. അപ്പോൾ എല്ലാ ഹോസ്റ്റിംഗ് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിലുള്ള സംവിധാനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡൊമൈൻ നെയിം ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ വി ഹാവ് ടു ചെക്ക് വെദർ അവർ ഡിസൈഡ് ഡൊമൈൻ നെയിം ഈസ് അവൈലബിൾ ഓർ നോട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഡൊമൈൻ നെയിം നിലവിലുണ്ടോ അല്ലെങ്കിൽ ഇല്ലേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ facebook.com എന്ന് പറയുന്നൊരു സൈറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി അതുണ്ട്. അപ്പോൾ അതെവിടെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? whois.net എന്ന് പറയുന്ന ആ ഒരു വെബ് പേജിനകത്ത് അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിനകത്താണ് നമ്മളത് ചെക്ക് ചെയ്യുക. അപ്പോൾ ചെക്കിങ് ക്യാൻ ഡൺ ബൈ വിസിറ്റിംഗ് ദ whois. എന്താണ് സൈറ്റിൻ്റെ പേര്? whois. അപ്പോൾ ഈ whois സൈറ്റിനകത്ത് എന്തുണ്ടായിരിക്കും? ലോകത്തെമ്പാടും രജിസ്റ്റർ ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളുടെ ആ ഡൊമൈൻ നെയിംസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇതിലില്ലാത്ത ഈ ഒരു ഡാറ്റാബേസിനകത്ത്, whois ഡാറ്റാബേസിനകത്ത് ഇല്ലാത്ത ഒരു പേര് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് ചെക്ക് ദ ഡാറ്റാബേസ് ഓഫ് ICANN. ആരുടേതാണ്? whois ആരുടേതാണ്? ICANNൻ്റെതാണ്. ICANN എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഓഫ് അസൈനിങ് നെയിം ആൻഡ് നമ്പേഴ്സ്. അപ്പോൾ ഇൻ്റർനെറ്റിനകത്ത് നെയിമും ആ നമ്പേഴ്സും അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കോർപ്പറേഷൻ ഉണ്ട്. അവരുടെ ഡാറ്റാബേസ് ആണത് whois എന്ന് പറയുന്നത്. അപ്പോൾ whoisനകത്ത് നോക്കും ഈ ഒരു രജിസ്ട്രേഷൻ, ആ ഒരു വെബ്സൈറ്റ് അവൈലബിൾ ആണ്, ഡൊമൈൻ നെയിം അവൈലബിൾ ആണോ അല്ലേ എന്ന്. അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇഫ് ദ ഡൊമൈൻ നെയിം ഈസ് അവൈലബിൾ വി ക്യാൻ രജിസ്റ്റർ ഫയലിംഗ് ദ ഇൻഫർമേഷൻ ഓഫ് whois ഡാറ്റാബേസ്. അപ്പോൾ whois ഡാറ്റാബേസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതായത് അത്തരത്തിലുള്ള ആ ഒരു രജിസ്റ്റർ ചെയ്തിട്ടില്ല, ആ ഒരു വെബ്സൈറ്റ് ഇതുവരെ അങ്ങനെ ഒരു പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ whois എന്ന് പറയുന്ന ഡാറ്റാബേസിനകത്ത് ആരുടേതാണ് whois ഡാറ്റാബേസ്? നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ICANN എന്ന് പറയുന്ന അതായത് ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഓഫ് അസൈനിങ് നെയിം ആൻഡ് നമ്പേഴ്സ് എന്ന് പറയുന്നവരുടെ ഒരു ഡാറ്റാബേസ് ആണെന്ത്? ഈ പറയുന്ന whois. അപ്പോൾ whoisനകത്ത് ഉണ്ടെങ്കിൽ ഈ പറയുന്ന വെബ്സൈറ്റ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആക്സസ് ആ പേരിൽ നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള പേര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു സൈറ്റിനകത്ത് ഇത് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതായത് ഇങ്ങനെ ഒരു പേര് നമുക്ക് അവൈലബിൾ ആണ്, രജിസ്റ്റർ ചെയ്യാം. അതിൽ അവൈലബിലിറ്റി ഉണ്ടാവില്ല, പറയാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന സൈറ്റൊക്കെ ഓൾറെഡി ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? രജിസ്റ്റർ ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇതാണ്. എന്താണ് ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ് ടു ഐഡൻറ്റിഫൈ എ വെബ്സൈറ്റ് ഓൺ ദി ഇൻ്റർനെറ്റ്. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡൊമൈൻ നെയിം നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന പോലെ whois സെർച്ച് നടത്തണം. whoisനകത്ത് അവൈലബിൾ ആണോ അല്ലയോ നോക്കണം. ഓക്കെ, അതാണ് ഡൊമൈൻ നെയിം രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാനുള്ളത് പറയാം. അപ്പോൾ റെക്കോർഡ് എന്ന് പറയുന്നത് 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. റെക്കോർഡ്, അഡ്രസ് റെക്കോർഡ്. എന്താ പറയുക? അഡ്രസ് റെക്കോർഡ്. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്രസ് റെക്കോർഡ്. അപ്പോൾ റെക്കോർഡ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ IP അഡ്രസ് ഓഫ് എ വെബ് സെർവർ കണക്ട് ടു എ ഡൊമൈൻ നെയിം. അപ്പോൾ റെക്കോർഡിനകത്ത് എന്താ ഉണ്ടാവുക? IP അഡ്രസ്സ്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ IP അഡ്രസ്സൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണെന്ത്? റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ? റെക്കോർഡ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദി IP അഡ്രസ് ഓഫ് എ വെബ് സെർവർ കണക്റ്റഡ് ടു എ ഡൊമൈൻ നെയിം. ഒരു ഡൊമൈൻ നെയിമുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെബ് സെർവറിൻ്റെ IP അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ലൊക്കേഷനാണെന്ത്? റെക്കോർഡ് എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റെക്കോർഡ് ക്യാൻ ബി മോഡിഫൈഡ് ബൈ ലോഗിങ് ഇൻ ടു കൺട്രോൾ പാനൽ ഓഫ് ദി ഡൊമൈൻ. ആ ഡൊമൈൻ്റെ അകത്ത് കയറിയിട്ട് ഡൊമൈൻ്റെ കൺട്രോൾ പാനലിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്കോർഡ് എന്ത് ചെയ്യാൻ പറ്റും? മോഡിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും? സാധിക്കും. അപ്പോൾ എന്താണ് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IP അഡ്രസ്സും അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണത് റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, റെക്കോർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഡിഫൈ ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ഡൊമൈൻ നെയിമിൻ്റെ കൺട്രോൾ പാനലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മോഡിഫൈ ചെയ്യാൻ പറ്റും? റെക്കോർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഡിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും? സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് whois സെർച്ച് ആണ്.
അപ്പോൾ ഹൂയി സെർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു വെബ്സൈറ്റിനകത്ത് ആ ഒരു മറ്റെന്താ പറയുക ഡാറ്റാബേസിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്തുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റേ വെബ്സൈറ്റിൻ്റെ പേര് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ദിസ് സെർച്ച് വിൽ പ്രൊവൈഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് എ ഡൊമൈൻ. ഇറ്റ് മേ ഇൻക്ലൂഡ് ഇൻഫർമേഷൻ ലൈക്ക് ഡൊമൈൻ നെയിം ഓണർഷിപ്പ്, അത്തരത്തിലൊരു ഡൊമൈൻ നെയിം ഉണ്ടോ, വേർ ആൻഡ് വെൻ രജിസ്റ്റേർഡ്, എന്നാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, എവിടെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അതെന്ന് എക്സ്പയർ ആകുന്നു, ആൻഡ് ആൾസോ വെദർ ദ സെർച്ചിങ് ഡൊമൈൻ നെയിം ഈസ് അവൈലബിൾ ഓർ നോട്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഡൊമൈൻ നെയിം എന്താണ് അവൈലബിൾ ആണോ അല്ലയോ. അതായത് നമുക്കിപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇതേപോലെ ഹൂയി സെർച്ച് നടത്തണം. ഹൂയി സെർച്ചിനകത്ത് നടത്തി കഴിഞ്ഞാൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവൈലബിൾ അല്ലെങ്കിൽ അതിനകത്ത് കാണാൻ പറ്റും ആരാണ് അതിന് ഓണർഷിപ്പ് ഉള്ളത്, എന്ന് രജിസ്റ്റർ ചെയ്തു, എവിടെ രജിസ്റ്റർ ചെയ്തു, എന്ന് എക്സ്പയർ ആവും എന്നൊക്കെ നമുക്ക് എന്നൊക്കെയുള്ള ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടും, നമ്മൾ ഹൂയി സെർച്ച് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അവൈലബിൾ ആണ്, കിട്ടും. നെക്സ്റ്റ് പറയുന്നത് എഫ് ടി പി ആണ്. എഫ് ടി പി പറഞ്ഞാൽ എന്താണ്, എഫ് ടി പി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നാണ്. എന്താ പറയുക, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അപ്പോൾ അതായത് ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഫയൽ ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ. ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് എന്താണ് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, എഫ് ടി പി പ്രോട്ടോക്കോൾ എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എഫ് ടി പി 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, എന്താണ് എഫ് ടി പി. എഫ് ടി പി പറഞ്ഞാൽ എന്താണ്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഫയൽ ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ. അപ്പോൾ ഇവിടെ എന്തിനാണ്, അപ്പോൾ വലിയ ഫയലുകൾ, അപ്പോൾ സോ ടു ട്രാൻസ്ഫർ ഫയൽ വി നീഡ് ടു എഫ് ടി പി ക്ലൈൻറ്റ്. അതായത് നമുക്കിപ്പോൾ ഒരു എന്തുണ്ട്, നമുക്കൊരു സെർവർ ഉണ്ട്. ഈ സെർവറിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഫയലുകൾ അപ്ലോഡ് ചെയ്യണം. നമ്മളിവിടെ ക്ലയൻറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലയൻറ്റിനകത്ത് എഫ് ടി പി ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ക്ലയൻറ്റിനകത്ത് എഫ് ടി പി ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിൽ ക്ലയൻറ്റും ഈ സൈഡിൽ സെർവറും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് നമ്മളെ ക്ലയൻറ്റ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഡാറ്റ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, സെർവറിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഒരു ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ വേണം, വിച്ച് വി ക്യാൻ കണക്ട് our system with a server computer which is using FTP server software and is placed somewhere else. അപ്പോൾ എഫ് ടി പി എന്താണ്, സെർവർ സോഫ്റ്റ്വെയർ ഉള്ള ഒരു സ്ഥലത്തുള്ള കമ്പ്യൂട്ടറുമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യണം. അത് ഞാൻ ഈ കാണിച്ചു തന്നെ, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ഇതാണ് നമ്മുടെ സെർവർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ സെർവറിനകത്തേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എഫ് ടി പി ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് ക്ലയൻറ്റ് ഓക്കെ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ക്ലയൻറ്റും കാണിക്കും, ഇവിടെ സെർവറും കാണിക്കും. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് എടുത്ത് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, നേരെ ഇത് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു, സെർവറിനകത്തേക്ക് അപ്ലോഡ് ആവും. അപ്പോൾ അതാണ് എഫ് ടി പി ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഫയലിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മെയിനായിട്ടും വലിയ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഫ് ടി പി ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എഫ് ടി പി ഉപയോഗിക്കുന്നത്. അപ്പോൾ എഫ് ടി പി ക്ലയൻറ്റ് സോഫ്റ്റ്വെയറിന് എന്തുണ്ട്, യൂസർ നെയിമും പാസ്വേഡ് ഉണ്ട് അല്ലേ, ആൻഡ് ഡൊമൈൻ നെയിം ടു കണക്ട്, അതിന് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസർ നെയിം പാസ്വേഡ് ഉണ്ട്. അതേപോലെ തന്നെ SSH ആണ്. SSH എന്ന് പറഞ്ഞാൽ സെക്യൂർ ഷെല്ലാണ്. സെക്യൂർ ഷെൽ എന്നാണ് പറയുക, സെക്യൂർ ഷെൽ എഫ് ടി പി. അതായത് നമുക്ക് ഒരിക്കലും അത് വലിയ സെക്യൂരിറ്റി ഉള്ള അല്ലെങ്കിൽ എന്താ പറയുക ഹാക്കിംഗ് ഒന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടല്ല അയക്കുന്നത്. അപ്പോൾ സെക്യൂർ ഷെൽ എഫ് ടി പി ആണ്. ഫയൽ ട്രാൻസ്ഫർ ഈസ് യൂസ്ഡ് ടു വിച്ച് എൻക്രിപ്റ്റ് ആൻഡ് സെൻഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ആൻഡ് ഡാറ്റ ടു ദി വെബ് സെർവർ. അത് എൻക്രിപ്റ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ യൂസർ നെയിമും പാസ്വേഡൊക്കെ അയക്കുമ്പോൾ അത് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് അയക്കുക. എൻക്രിപ്റ്റ് ചെയ്താൽ മറ്റുള്ളവർക്ക് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടല്ല അയക്കുക, അതിനെ വേറെ ഒരു രൂപത്തിൽ വേറെ കോഡാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ സെർവറിനകത്തേക്ക് വെബ് സെർവറിനകത്തേക്ക് ഈ ഡാറ്റ അയക്കുക. അപ്പോൾ അതിനാർക്കും ബ്രേക്ക് ചെയ്യാനൊന്നും എന്ത് ചെയ്യില്ല, കഴിയില്ല. അപ്പോൾ SSH പ്രോട്ടോകോൾ ഓൾസോ പ്രൊവൈഡ് സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ. അപ്പോൾ സെക്യൂർ ഷെൽ എഫ് ടി പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ SSH പ്രോട്ടോകോൾ എന്ത് ചെയ്യുന്നു, സെക്യൂർ ആയിട്ടുള്ള ഒരു ഫയൽ ട്രാൻസ്ഫറാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സാധ്യമാക്കി തരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഫയൽ അപ്ലോഡിങ്ങിന് വേണ്ടിയിട്ടോ ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണത് എഫ് ടി പി പ്രോട്ടോക്കോൾ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് എഫ് ടി പി ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ടി പി IDE എന്ന് ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ആണ് IDE എന്ന് പറയുന്നത്. അപ്പോൾ ഫയൽ ദാറ്റ് ആർ ടു ബി അപ്ലോഡഡ് ടു ദി വെബ് സെർവർ വി ക്യാൻ മൂവ് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മെത്തേഡാണ്. ഞാൻ കാണിച്ചു തന്നു, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. അതായത് നമ്മുടെ ക്ലയൻറ്റിലുള്ള ഡാറ്റ എടുത്തിട്ട് എന്ത് ചെയ്താൽ ഇങ്ങോട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സെർവറിനകത്തേക്ക് എന്ത് ചെയ്യും, അപ്ലോഡ് ആവും. അപ്പം അങ്ങനെയുള്ള പോപ്പുലർ ആയിട്ടുള്ള എഫ് ടി പി ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ആണെന്ത് ക്യൂട്ട്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ഇതാണ് ക്യൂട്ട് എഫ് ടി പി. അതുപോലെ തന്നെ എന്താണ് സ്മാർട്ട് എഫ് ടി പി. അതുപോലെ തന്നെ എന്താണ് ഫയൽ സില എന്ന് പറയുന്ന ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ. അപ്പോൾ എഫ് ടി പി ക്ലയൻറ്റ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ് എന്തൊക്കെയാണ്, ക്യൂട്ട് എഫ് ടി പി,
അതുപോലെ തന്നെ സ്മാർട്ട് FTP, ഫയൽസില, ഇതൊക്കെ എന്താണ് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ് ആണ്. അത് ശ്രദ്ധിക്കണം. FTP എന്താണ്? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. എന്തിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിനകത്തേക്ക് എന്താണ് ഡാറ്റ അല്ലെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ. അപ്പോൾ അതായത് ഒരു കമ്പ്യൂട്ടറിന് ക്ലയൻറ്റും സെർവറും, ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യാം. അപ്പോൾ സൈറ്റിനകത്തേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് അല്ലെങ്കിൽ ഡ്രാഗ് ആൻഡ് മൂവ് എന്ന് പറയുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ എന്ത് ചെയ്യുന്നു? സാധിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫ്രീ ഹോസ്റ്റിംഗ് ആണ്. ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രൊവൈഡ് വെബ് ഹോസ്റ്റിംഗ് ഫ്രീ ഓഫ് ചാർജ്. എന്തില്ലാതെ, ഒരു ചാർജും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഒരു നോർമലായിട്ടൊരു സൈറ്റ് ഉണ്ടാക്കിയാൽ നമുക്കത് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സർവീസ് പ്രൊവൈഡേഴ്സ് ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദി വെബ്സൈറ്റ് ഹോസ്റ്റഡ്. അപ്പോൾ അവിടുത്തെ അവർക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ സർവീസ് നമുക്ക് ഈ ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ തരുന്ന കമ്പനിക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റിനകത്ത് അവരെന്ത് ചെയ്യും? അഡ്വർടൈസ്മെൻറ്റ് തരും. അല്ലെങ്കിൽ അവർ നമ്മുടെ സൈറ്റിനകത്ത് എന്തിടും? അല്ലെങ്കിൽ നമ്മുടെ സൈറ്റ് കയറുന്നവരൊക്കെ അവരുടെ ആഡുകൾ എന്ത് ചെയ്യും? കാണുന്നുള്ളതാണ്. അതാണ് സർവീസ് പ്രൊവൈഡേഴ്സ് ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദി വെബ്സൈറ്റ് ഹോസ്റ്റഡ്. ദേ മേ പ്ലേസ് സം റെസ്ട്രിക്ഷൻസ്. അവിടെ എന്തുണ്ട്? ചില എന്തുണ്ട്? റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് സൈസ് ഓഫ് ഫയൽ ദാറ്റ് ക്യാൻ ബി അപ്ലോഡഡ് വിൽ ബി ലിമിറ്റഡ്. ശരിക്കും ഒരു 5 MB ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെറിയ ഒരു 5 MB ഡാറ്റ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 5 MB ഡാറ്റ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ചെറിയ ഒരു സോഫ്റ്റ്വെയറിനൊക്കെ ചെറിയ വെബ്സൈറ്റിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫ്രീ ഹോസ്റ്റിംഗ് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. യൂസ്ഫുൾ ഫോർ ഷെയറിംഗ് കണ്ടന്റ് ഓൺ ദി വെബ് എമംഗ് ഗ്രൂപ്പ് ഹാവിംഗ് സിമിലർ ഇൻട്രസ്റ്റ്. അതായത് സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ചില കണ്ടന്റുകൾ എന്താണ് അപ്ലോഡ് ചെയ്യാനും അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെറിയ ഡാറ്റാസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ് ടു 5 MB ആണ്. 5 MB വരെയുള്ള ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതിനൊരു ഏറ്റവും പ്രത്യേകത, ഫ്രീ ആണെങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സൈറ്റിനകത്ത് എന്തിടും? അഡ്വർടൈസ്മെൻറ്റ് ഇടും. അങ്ങനെ അവർ അതിനെന്ത് ചെയ്യുന്നു? യൂസ്ഫുൾ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. അങ്ങനെയുള്ള കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് സൈറ്റ് ഇടുന്ന അല്ലേ, നമ്മുടെ എന്താണ് അവർ സൈറ്റ് വിൽ ബി ഹാവിങ് ദ ഡൊമൈൻ നെയിം ഇൻ ദ ഫോളോയിങ് ഫോർമാറ്റ്. നമുക്ക് നമ്മുടെ സൈറ്റിനകത്ത് എന്തുണ്ടാവും? നമ്മുടെ സൈറ്റിനൊരു ഡൊമൈൻ നെയിം ഉണ്ടാവും. പക്ഷേ അത് ഈ ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. നമ്മുടെ സൈറ്റിൻ്റെ പേര് അവർ സൈറ്റ് അല്ലേ example.com. example.com എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈ പറയുന്ന നമ്മുടെ സർവീസ് പ്രൊവൈഡേഴ്സാണ്. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ www.example.com ഓർ അവർ സൈറ്റ് ഇങ്ങനെ ഉണ്ടാവുക. ഈ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അവരുടെ സർവീസ് പ്രൊവൈഡറിൻ്റെ നെയിം ആയിരിക്കും. നമ്മുടെ സൈറ്റിൻ്റെ പേര് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ നമ്മുടെ സൈറ്റിൻ്റെ പേര് ഇപ്പോൾ അവർ തരുന്ന ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൈറ്റിൻ്റെ പേര് എന്തായിരിക്കും? ഈ ഒരു അവർ സൈറ്റ് എന്നുള്ളിടത്താണ് നമ്മുടെ സൈറ്റിൻ്റെ പേരുണ്ടാവുക. അങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് തരുന്ന കമ്പനി, അതായത് സർവീസ് പ്രൊവൈഡേഴ്സ് ഫ്രീ വെബ് ഹോസ്റ്റിങ്ങിനായിട്ട് വേണ്ട sites.google.com, അതുപോലെ തന്നെ yola.com, ഇവരൊക്കെ എന്താണ്? ഫ്രീ ആയിട്ട് വെബ് ഹോസ്റ്റിംഗ് തരുന്ന ആളുകളാണെന്ത് ഇവരൊക്കെ. അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കണം. ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ചെറിയ രൂപത്തിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് 5 MB ഒക്കെ ഉള്ള ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫ്രീ വെബ് ഹോസ്റ്റിംഗ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നോക്കി വെക്കാം. ഓക്കെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണെന്ത്? CMS എന്ന് പറയുന്നത് കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം, ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. എന്തിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ്? ക്രിയേറ്റിംഗ്, അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് വെബ്സൈറ്റുകളെ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണെന്ത്? കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. വളരെയധികം മനസ്സിലാക്കണം. കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നതാണ് ഒരു വെബ്സൈറ്റ് നമുക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആ വെബ്സൈറ്റിനെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ ആ വെബ്സൈറ്റിനെ എന്ത് ചെയ്യണം? പബ്ലിഷ് ചെയ്യണം എന്ന് വിചാരിക്കും. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി പബ്ലിഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണെന്ത്? കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസൈൻ ആൻഡ് മാനേജ് വെബ്സൈറ്റിനെ ഡിസൈൻ ചെയ്യാനും മാനേജ് ചെയ്യാനും വളരെയധികം എന്തായിരിക്കും? ഈസി ആയിരിക്കും. ഈ പറയുന്ന കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനകത്ത് വെബ്സൈറ്റ് ഉണ്ടാക്കാനും അതിനെ മാനേജ് ചെയ്യാനൊക്കെ എന്തായിരിക്കും? വെരി ഈസി ആയിരിക്കും. സിമ്പിൾ ടെംപ്ലേറ്റ്സ്, അതായത് മോഡൽസ് അതിനകത്ത് ഉണ്ടാവും. അതായത് നമുക്ക് ഇഷ്ടമുള്ള മോഡൽ, ഇപ്പോൾ നമ്മൾ ആ സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ജൂംല, വേർഡ് പ്രസ്, ഡ്രൂപ്പാലൊക്കെ എന്താണ് ഇതേപോലെയുള്ള എന്താണ് പറയുക കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള വെബ്സൈറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ കണ്ടൻറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ സൈറ്റാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാം. അപ്പോൾ യൂസർ ക്യാൻ സെലക്ട് ഡിസൈഡ് ടെംപ്ലേറ്റ്. നമുക്കിപ്പോൾ ഒരു PPT ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഡിസൈൻ എടുക്കാറില്ലേ? അതുപോലെ
അപ്പോൾ യൂസറിന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റ് എടുക്കാൻ പറ്റും. അവിടെ അവരുടെ ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നു അല്ലേ, ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു, ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നു അല്ലേ ആ ഡിസൈനകത്ത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ തന്നെയാണ് എന്താണ് ഈ പറയുന്ന ആപ്ലിക്കേഷൻ, വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് എന്ത് CMS എന്ന് പറയുന്നത്. അപ്പോൾ ലെസ് ടെക്നിക്കൽ നോളജ് ഉള്ള, അതായത് ഒരു തരത്തിലും എന്തില്ലാത്ത ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നും അറിയാത്ത, ഡിസൈനിങ് ഒന്നും അറിയാത്ത ആളുകൾക്ക് സുഖമായിട്ട് എന്തുണ്ടാക്കാൻ പറ്റും, വെബ്സൈറ്റ് ഉണ്ടാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ആണ് ഹെൽപ്പ് പീപ്പിൾ വിത്ത് ലെസ് ടെക്നിക്കൽ നോളജ് ടു ഡിസൈൻ ആൻഡ് ഡെവലപ്പ് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ. അതായത് ലെസ്സായിട്ട് വളരെ കുറവ് ടെക്നിക്കൽ നോളജ് ഉള്ള ആളുകൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നു, വെബ്സൈറ്റ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യും കഴിയും. അതായത് തേർഡ് പാർട്ടീസ് വെണ്ടേഴ്സ് ആർ ദർ ഹു ക്യാൻ കസ്റ്റമൈസ് CMS ഫോർ യൂസേഴ്സ്. അതായത് അത് മാത്രമല്ല, അവിടെ എന്തുണ്ട്, തേർഡ് പാർട്ടി വെണ്ടേഴ്സ് ഉണ്ട്. അവരും എന്ത് ചെയ്ത് തരും, നമുക്കിഷ്ടമുള്ള കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യും തരും. അതുപോലെ തന്നെ അതിനുള്ള സോഫ്റ്റ്വെയർസ് കുറച്ച് എന്താണ് ഈ പറയുന്ന കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഏതൊക്കെ സോഫ്റ്റ്വെയർ, ജൂംല ഉണ്ട്, വേർഡ് പ്രസ് ഉണ്ട്, ഡ്രൂപ്പാൽ. അതേപോലെ അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ജൂംല അതുപോലെ തന്നെ എന്താണ് വേർഡ് പ്രസ് അതുപോലെ തന്നെ എന്താണ് ഡ്രൂപ്പാൽ. ഇത് ഓർത്ത് വെക്കുക, ജൂംല, വേർഡ് പ്രസ്, ഡ്രൂപ്പാൽ. ഈ ജൂംല ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, CMS എന്ന് പറയുന്നത് എന്താണ്, ഒരു വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, കാപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ്, അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് വെബ്സൈറ്റ് ഉണ്ടാക്കുവാനും പബ്ലിഷ് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണെന്ത്, കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതിന് എക്സാമ്പിളാണ് ജൂംല, വേർഡ് പ്രസ്, ഡ്രൂപ്പാൽ. ഇപ്പോൾ നമ്മുടെ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ജൂംല ഉപയോഗിച്ചിട്ടാണ്. അത് നിങ്ങളൊന്ന് നോക്കി നോക്കുക. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് റെസ്പോൺസീവ് വെബ് ഡിസൈനിങ്. എന്താണ് റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് നമ്മുടെ മൊബൈലിനകത്ത് തുറന്നു, അതേ വെബ്സൈറ്റ് നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് തുറന്നു, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് തുറന്ന് അതേ വെബ്സൈറ്റ് നമ്മുടെ മൊബൈലിനകത്ത് തുറന്നാൽ നമ്മുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേക്ക് അനുസരിച്ചായിരിക്കും വെബ്സൈറ്റ് ഉണ്ടാവുക. ചില വെബ്സൈറ്റ് ആ കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേക്ക് അനുസരിച്ച്. അപ്പോൾ നമ്മൾ പ്രൊജക്ടർ വെച്ചിട്ട് ഒരു വലിയ ലാർജ് LCD പ്രൊജക്ടർ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സ്ക്രീനിനനുസരിച്ച്. അപ്പോൾ ഇത് എന്താണ് റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏത് ഡിവൈസാണോ ഉപയോഗിക്കുന്നത് ആ ഡിവൈസിൻ്റെ സ്ക്രീൻ സൈസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ദ ടൈപ്പ് ഓഫ് വെബ് ഡിസൈനിങ് which the screen size of the device we are using for web browsing adjust itself ഫോർ അവർ യൂസ് ഈസ് കോൾഡ് എന്താണ്, റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണോ ആ ഡിവൈസിൻ്റെ സ്ക്രീനിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഈ വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നു. അപ്പോൾ ദ ഡിവൈസ് മേ ബി ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, മൊബൈൽ ഫോൺ. ഏത് ഡിവൈസ് ആയാലും ആ ഡിവൈസിൻ്റെ ഡിസ്പ്ലേക്ക് അനുസരിച്ച് വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നു, മാറി വരുന്ന സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്, റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് എന്ന് പറയുന്നത്. ആ ഡിവൈസിൻ്റെ സ്ക്രീനിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവാം. അപ്പോൾ റെസ്പോൺസീവ് വെബ് ഡിസൈൻ ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഏത്തൻ മാർക്കോട്ട് എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മാർക്കോട്ടാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് നമ്മൾ ഏത് ഡിവൈസാണോ ഉപയോഗിക്കുന്നത് ആ ഡിവൈസിൻ്റെ സ്ക്രീൻ സൈസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ വെബ് പേജ് എന്ത് ചെയ്യും വരുന്നു. അപ്പോൾ റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് 3 ഐറ്റമാണ്. ഒന്ന് ഫ്ലെക്സിബിൾ ഗ്രിഡ് ലേഔട്ട്. It set the size of the entire web page to fit the display size of the device. അതായത് നമ്മുടെ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ സൈസിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ആ എൻ്റയർ വെബ് പേജ് എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. അതാണ് ഫ്ലെക്സിബിൾ ഗ്രിഡ് ലേഔട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ഇമേജ് ആൻഡ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സെറ്റ് ദ ഇമേജ് ഓർ വീഡിയോ ഡയമെൻഷൻ ടു ദി പെർസെൻറ്റേജ് ഓഫ് ദി ഡിസ്പ്ലേ സൈസ് ഓഫ് ദി ഡിവൈസ്. നമ്മുടെ ഡിസ്പ്ലേ സൈസിനനുസരിച്ചിട്ട് ആ വീഡിയോ ഇമേജും എന്ത് ചെയ്യുന്നു, അത് നമ്മുടെ ഡിസ്പ്ലേ ഇത്ര പെർസെൻറ്റേജ് ആണ്, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ ഇമേജിനെയും വീഡിയോയും മാറ്റുന്നു. അതാണ് ഫ്ലെക്സിബിൾ ഇമേജ് വീഡിയോ. മീഡിയ കൊറി എന്ന് പറയുന്നത് പ്രൊവൈഡ് ദ എബിലിറ്റി ടു സ്പെസിഫൈ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഫോർ ഇൻഡിവിജ്വൽ ഡിവൈസ്. ഓരോ ഇൻഡിവിജ്വൽ ഡിവൈസിനും ഡിഫറെൻറ്റ് സ്റ്റൈലിലായിരിക്കും എന്തുണ്ടാവുക, ആ മീഡിയ കൊറി എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ 3 രീതിയിലാണ് റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്ലെക്സിബിൾ ഗ്രിഡ് ലേഔട്ട്, ഫ്ലെക്സിബിൾ ഇമേജ് ആൻഡ് വീഡിയോ, മീഡിയ കൊറി. അപ്പോൾ എന്താണ് 2 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് എന്താണ് റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. ഈ ഒരു ചാപ്റ്റർ ഇതോടെ തീർന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ ചാപ്റ്റർ നോക്കുക. ഒരു 5 മാർക്ക്, മിനിമം ഒരു 5 മാർക്കെങ്കിലും ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് നമുക്ക് കിട്ടാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ വെബ് ഹോസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ഉണ്ട്. എന്താണ് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്താണെന്ന് പറയുക, അതിൻ്റെ എക്സാമ്പിൾ പറയുക. അതുപോലെ തന്നെ ഹൂയിസ് എന്ന് പറയുന്ന
ഡാറ്റാബേസ് ഉണ്ട്, ആ ഡാറ്റാബേസ് എന്താണെന്ന് പറയുക. അതുപോലെ തന്നെ എന്താണ് എയർ റെക്കോർഡ് എന്ന് പറയുക. ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ എന്താണെന്ന് പറയുക. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. എങ്ങനെയാണ് ഒരു സ്പേസ് എടുക്കണമെന്നൊന്നും വല്ലാണ്ട് ചോദിക്കില്ല. നമുക്ക് വിർച്വൽ പ്രൈവറ്റ് സെർവർ എങ്ങനെയാണ്, വിർച്വൽ പ്രൈവറ്റ് ഹോസ്റ്റിംഗ് എന്താണ്, അതുപോലെ തന്നെ കോലൊക്കേഷൻ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്താണ്, ഷെയർഡ് ഹോസ്റ്റിംഗ് എന്താണ്. അപ്പോൾ അതൊക്കെ കൃത്യമായി പറയുക. നമ്മുടെ ചാപ്റ്റർ ഇതോടെ തീർന്നു. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വോയിസ് കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഓക്കെ.